ശിരൂരിലെ രക്ഷാദൗത്യം 10ാം ദിവസത്തിലാണ്. ഇപ്പോഴും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളൊന്നുമില്ല. പക്ഷേ അല്പസമയത്തിനകം ദൗത്യസംഘം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ഉത്തര കന്നഡ SP, കാർവാർ MLA എന്നിവരടക്കമുള്ളവരാണ് മാധ്യമങ്ങളെ കാണുക. ഇന്നത്തെ ഐബോർഡ് പരിശോധനയുടെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വം അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ ദൗത്യത്തിന്റെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് ഉത്തരം കിട്ടും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, ഈ നേവിയുടെ ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു എന്ന് ഉറപ്പിക്കാമോ? കൂടാതെ ഈ പ്രധാനമായും ഐബോർഡ് പരിശോധനയടക്കം കണ്ടെത്തിയ സ്ഥലത്ത് നേവിയുടെ സംഘത്തിന് എപ്പോഴെങ്കിലും നിലയുറപ്പിക്കാൻ കഴിഞ്ഞോ? ഈ മേലൊഴുക്കും അടിയൊഴുക്കും എല്ലാം ശക്തമായിരുന്നത് കൊണ്ട് അതുപോലും സാധ്യമാകാത്ത ദിവസമായിരുന്നോ ഇന്ന് നേവിയെ സംബന്ധിച്ച്? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ നേവി അവരുടെ ഡിങ്കി ബോട്ടുകളിൽ ഈ പ്രദേശത്തേക്കൊക്കെ എത്തി ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും തെരച്ചിൽ നടത്തിയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചില ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, സമാനമായി നദിയുടെ സമീപത്തെ ഒരു ഭാഗത്ത് നേവി ചില ഓപ്പറേഷനുകൾ നടത്തി എന്നുള്ള വിവരം ഇപ്പോൾ അനൗദ്യോഗികമായി വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ റെസ്ക്യൂ ടീമിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു ഡീപ്പ് ഡൈവ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഒരു സ്ക്യൂബ ഡൈവിംഗ് അത് വേണ്ട വിധത്തിൽ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ ഓരോ തവണയും പരിശോധന നടത്തുന്നു, ആ സാഹചര്യം വിലയിരുത്തുന്നു, ശേഷമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതൊക്കെയും അടിയൊഴുക്കുണ്ട്, ആ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡൈവിങ്ങിന് പോസിബിൾ അല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ള വിവരമാണ് അവർ ഓരോ നിമിഷവും, അത് ഓരോ പരിശോധനയ്ക്ക് ശേഷവും അവർ മുകളിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് അതിന് തിരച്ചിലേക്ക് ഇറങ്ങണ്ട, നമുക്ക് നിലവിലെ സാഹചര്യം പരിശോധിച്ച് മാത്രം ഇറങ്ങിയാൽ മതി എന്ന നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ മറുപടിയും നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അങ്ങനെ തന്നെയാണ്. മുൻപ് വേണു സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 20 മിനിറ്റ് സമയം വേണു, ഇപ്പോൾ നമുക്ക് അശുഭമായ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കാലാവസ്ഥ വീണ്ടും പ്രതികൂലമാവുകയാണ്. മഴ വീണ്ടും ഈ പ്രദേശത്ത് തുടങ്ങുന്നു. ആ രീതിയിലേക്കുള്ള, അതായത് മഴ കൂടി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു തരത്തിലും ഏതെങ്കിലും തരത്തിലേക്ക് മറ്റൊരു മൂവിലേക്ക് കടക്കാൻ കഴിയില്ല. ഏതായാലും റെസ്ക്യൂ സംഘങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ പറയും എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം അവർ അറിയിക്കും. ഇനി എന്താണ് തുടർന്ന് പ്രധാനമായി ഇന്നത്തെ ഒരു പുരോഗതി എന്ന് പറയുന്നത് ഈ തെർമൽ ഇമേജിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു എന്നതാണ്. സജീവ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന റിപ്പോർട്ട്. മറിച്ചാണ് എങ്കിൽ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ ഈ രൂപത്തിലാകില്ലല്ലോ നേവിയുടെ പ്രതികരണം. വളരെ സജീവമായി തന്നെ അവർ തിരച്ചിലിലേക്ക് പോവുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഡൈവേഴ്സ് അടക്കം മടങ്ങുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഐബോർഡിന്റെ ഈ തെർമൽ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരം കൂടെ പുറത്തു വരുമ്പോൾ അവിടെ സജീവ മനുഷ്യ സാന്നിധ്യമില്ല. അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ഒരുപക്ഷെ സ്വയം അപായപ്പെടാൻ പോലും സാധ്യതയുള്ള അത്രയും സാഹസികമായൊരു തിരച്ചിൽ ഇപ്പോൾ വേണ്ട എന്ന നിലയിലേക്ക് ദൗത്യസംഘം എത്തുകയാണോ? വേണു, അത് തന്നെയാണ്. അതായത് ഇന്ന് ഉച്ച മുതൽ തന്നെ അവർ ഉന്നത ഉദ്യോഗസ്ഥരെ കൊടുക്കുന്ന അവരുടെ ഔട്ടും അവരുടെ ഇൻപുട്ടും അതേപോലെ തന്നെ അവർ തിരികെ കൊടുക്കുന്ന ഔട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ലൈഫ് റിസ്ക് ചെയ്ത ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകേണ്ട നിലയിലേക്ക് നേവി എത്തിച്ചേരണമെങ്കിൽ വേണു പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും നമ്മൾ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, ചില സൂചനകൾ പുറത്തു വരും. പക്ഷേ അത് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കട്ടെ. നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് അത് രക്ഷാദൗത്യം നടത്തുന്ന ആളുകൾ തന്നെയാണ്, രക്ഷാദൗത്യ സംഘങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട ഇത് നടത്തുകയാണ്. ഇപ്പോൾ വേണു, ഈ പ്രദേശത്ത് വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നു. ഈ ശിരൂർ മേഖലയിൽ മഴ വീണ്ടും പിടിക്കുകയാണ്. ഇനി ഈ മഴ രാത്രി വരെ തുടരുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഇന്നും സമാനമായ രീതിയിലായിരിക്കും അത് ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ലോങ് ഷോട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടന്ന സ്ഥലത്ത്, തിരച്ചിൽ നടന്ന സ്ഥലത്ത് ആളൊഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ആക്റ്റീവ് എലമെന്റ് അവിടെ നടക്കുന്നില്ല. ഒരു ആക്റ്റീവ് പ്രോസസ്സിംഗ്, ആക്റ്റീവ് തിരച്ചിൽ, ആക്റ്റീവ് മൂവ് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഡ്രോൺ പരിശോധന കഴിഞ്ഞ കുറച്ച് നേരമായി അവർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും അത് തുടരും. അവർ രാത്രി സമയത്ത് ഒരു കൂളർ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ആ പരിശോധന തുടരാം എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അപകട മേഖലയിൽ താൽക്കാലികമായി ഈ തിരച്ചിൽ നടപടികൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഡ്രോൺ പരിശോധനയിലെ തെർമൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയപ്പോൾ അവിടെ സജീവമായ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സൂചിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് ഈ വിദഗ്ധർ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. മാത്രമല്ല നേവിയുടെ ഇപ്പോഴത്തെ മടക്കം വളരെ നേരത്തെ തന്നെ അവർ കയറി. ഒരുപക്ഷെ അവർ ഈ കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഓറഞ്ച് അലേർട്ട് നൽകുന്നതിനപ്പുറത്തേക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ കനക്കും. ഈ പ്രദേശത്ത്, ഈ കൊങ്കൺ ഭാഗത്തെ ഈ മേഖലയിൽ മഴ കനത്തേക്കും എന്നുള്ളൊരു സൂചന ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതാണോ? നാളെ ഒരു പക്ഷേ ഈ ലോറി നേരിട്ട് ഉയർത്തുന്ന നടപടികളിലേക്ക്, കുറച്ച് ഭാഗമെങ്കിലും ഡ്രഡ്ജ് ചെയ്ത് മാറ്റി ലോറി നേരിട്ട് ഉയർത്തുന്ന നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന അടുത്ത സ്റ്റെപ്പ്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ
മഴ ശക്തമായിട്ടുണ്ട് ഈ മേഖലയിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിലെ വ്യക്തത കുറയുന്നുണ്ട്, ആ സ്ഥലത്തേക്കുള്ള ദൃശ്യങ്ങളിലെ വ്യക്തത കുറയുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ വീണ്ടും അടിയൊഴുക്ക്, ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക്, അണ്ടർ കറൻസ് അത് കൂടും, ജലനിരപ്പ് ഉയരും. സമാനമായ സാഹചര്യം നാളെയും ഉണ്ടായാൽ ഈ രക്ഷാപ്രവർത്തനം അനന്തമായി നീളുമോ, ഈ തിരച്ചിൽ അനന്തമായി നീളുമോ, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നത് വൈകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. മുൻപ് ഹാഷ്മി പറഞ്ഞതുപോലെ ഏതായാലും ഈ കർണാടക സർക്കാർ പറയുന്നത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ മുൻപിലുള്ളത് ഡ്രഡ്ജിങ് നടത്തി കുറച്ച് മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷം ലോറി ഉയർത്തുക, ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ചില സംശയങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിതാണ്, ഈ 3 സ്പോട്ടുകളുടെ കാര്യം പറയുന്നുണ്ട്. ഈ 3 സ്പോട്ടുകളിൽ ഏതെങ്കിലും തരത്തിൽ ലോറി വേർപെട്ടിട്ടുണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനി നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്കിനി വ്യക്തമായി കാണാൻ കഴിയില്ല. ആ പോസിബിലിറ്റി അവസാനിച്ചിരിക്കുന്നു. ആ രീതിയിലേക്ക് ഈ മേഖലയിൽ മഴ കനത്തിട്ടുമുണ്ട്. വേണു, നമുക്ക് ഈ ദൃശ്യങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മലകൾക്ക് മുകളിൽ കാർമേഘങ്ങൾ കഴിഞ്ഞ 1-2 മണിക്കൂറായി ഉരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു. അതിപ്പോൾ മഴയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്ക് മേൽ കൂടിയാണ് നിരാശയുടെ ഈ മഴ പെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് ഇനി എന്തായിരിക്കും ഈ തിരച്ചിലിൻ്റെ തുടർ നീക്കം, തുടർ നടപടി എന്നുള്ള കാര്യം വിശദീകരിക്കും. ഇന്ന് വലിയ പോസിറ്റീവ് എലമെൻറ്റുകൾ, റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് രാവിലെ ഇവിടേക്ക് എത്തിയത്. പക്ഷേ അങ്ങനെ ഒരു റിസൾട്ട് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. പകരം നിരാശയുടെ ഒരു വാർത്താ സമ്മേളനമായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്. പക്ഷേ ഒരു റിസൾട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ ബോഡി ഹീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിലടക്കം അവർ നൽകുന്ന സൂചനകൾ നിർണായകമാകും. വേണോ? ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ഷിരൂരിൽ വീണ്ടും കനത്ത മഴയാണ്. തുറസായ ഒരു സ്ഥലത്താണ് നേരത്തെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനടക്കമുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്.